ആമേ വായിച്ച വാക്യം ഇതാണ്. പൗലോസ് പറയുക, ഞങ്ങൾ മാസിഡോണിയയിൽ എത്തിയതിന് ശേഷം ഞങ്ങളുടെ ശരീരത്തിന് ഒട്ടും സുഖമല്ല ഉണ്ടായത്, ഞങ്ങളുടെ ശരീരത്തിന് കഷ്ടമത്രേ ഉണ്ടായത്. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാമോ? ആമേ 2 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യം. അതെ, അടുത്തത് അവിടെ വായിക്കുന്ന വാക്യം പുറമേ പോരാട്ടം, ഉള്ളേ ഭയം. ആരാ പറയുന്നേ? അപ്പോസ്തലനാകുന്ന പൗലൂസ് പറയുക, പുറമേ പോരാട്ടം, അകമേ ഉള്ളേ ഭയം. എല്ലാവരും ചേർന്ന് പറ, പുറമേ പോരാട്ടം. ശബ്ദം ഉയർത്തി പറയാമോ? പുറമേ പോരാട്ടം, ഉള്ളില് ഭയം. ഹല്ലേലൂയ. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പുറത്ത് യുദ്ധം. നിങ്ങളുടെ ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? പുറമേ പോരാട്ടം, യുദ്ധത്തിനുള്ളത്. ഇപ്പൊ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പോരാട്ടമെന്നേ നിങ്ങൾ എടുക്കാവുള്ളൂ. എന്നോട് യുദ്ധം ചെയ്യാൻ വരരുത്. ഹല്ലേലൂയ. അപ്പൊ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പോരാട്ടമെന്ന് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. കമോൺ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. പുറമേ യുദ്ധ, ഉള്ളില് ഭയം. പ്രൈസ് ഗോഡ്. പൗലൂസ പറയുന്നേ, എനിക്ക് ഉള്ളില് ഭയമാണ്. ഭയമില്ലാത്ത ഒത്തിരി ആൾക്കാർ നമുക്കുണ്ട്. പൗലൂസ് പറയുക, എനിക്ക് ഭയമാണ്. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് സത്യത്തിൽ ഉള്ളം ഭയപ്പെട്ടുകൊണ്ടാണ്. കാര്യം ഇത് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കൃപാസനം ചർച്ചാണ്. കൃപാസനം എന്നുള്ള പദത്തിന് മലയാള ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തൊടാൻ നമുക്ക് ഭയം വരും. കാര്യം അത്രമാത്രം ദൈവത്തിൻ്റെ മഹിമ ഇറങ്ങി വരുന്ന സ്ഥലത്തിൻ്റെ പേരാ കൃപാസനമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഒറിജിനൽ ഗ്ലോറി, ഒറിജിനൽ മഹിമ. എല്ലാവരും കരങ്ങളെ ഉയർത്തി പറ, മഹിമ. പോരാ പോരാ, ശബ്ദം ഉയർത്തി പറ, മഹിമ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോൾ പറയുക, എനിക്ക് ഉള്ളത്തിൽ ഭയങ്കര ഭയമാണ്, ഉള്ളത്തിൽ ഭയങ്കര ഭയമാണ്. കാര്യം എന്തെന്നറിയാമോ? പുറമെ പോരാട്ടമാണ്. ഞാൻ 7 വിധ പോരാട്ടങ്ങളെ കുറിച്ച് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി കൺവെൻഷനിൽ ഞാനത് ഡിക്ലെയർ ചെയ്തിരുന്നു. 7 വിധ യുദ്ധങ്ങൾ. നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പോകാം. നോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി. 1 മണി വരെ, ഞാൻ 1 മണിയാകുമ്പോൾ നിർത്തി കർത്താവിന്റെ ദാസന്റെ കയ്യിലോട്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തോളാം. പ്രൈസ് ഗോഡ്. നമ്പർ 1, ഒന്നാമത്തെ യുദ്ധം ഇൻസൈഡ് ബാറ്റിൽ. ഒന്നാമത്തെ യുദ്ധം അകത്തെ യുദ്ധം, ഇൻസൈഡ് ബാറ്റിൽ. ഒന്നാമത്തെ യുദ്ധം അകത്തെ, ഉള്ളിലെ യുദ്ധം, അകത്തെ ഇൻസൈഡ് ബാറ്റിൽ. അകമേയുള്ള പോരാട്ടം. രണ്ടാമത്തെ യുദ്ധമാണ് നമ്മൾ വായിച്ചത് ഔട്ട്സൈഡ് ബാറ്റിൽ, പുറമേയുള്ള പോരാട്ടം, പുറമേയുള്ള യുദ്ധം. ഒന്നാമത്തെ യുദ്ധം ഇൻസൈഡ് ബാറ്റിൽ. രണ്ടാമത്തെ പോരാട്ടം ഔട്ട്സൈഡ് ബാറ്റിൽ, പുറമേയുള്ള പോരാട്ടം. മൂന്നാമത്തെ ബാറ്റിലാണ് ഫിസിക്കൽ ബാറ്റിൽ, ശാരീരിക യുദ്ധം, ശരീരത്തോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം. മൂന്നാമത്തെ ബാറ്റിൽ ഫിസിക്കൽ ബാറ്റിൽ. നാലാമത്തെ പോരാട്ടം നമ്പർ 4 ഫാമിലി ബാറ്റിൽ, കുടുംബത്തിനെതിരെയുള്ള യുദ്ധം, ഫാമിലി ബാറ്റിൽ, കുടുംബ പോരാട്ടങ്ങൾ. അഞ്ചാമത് യുദ്ധം ഇമോഷണൽ ബാറ്റിൽ എന്ന് വെച്ചാൽ വൈകാരികമായ യുദ്ധങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള യുദ്ധങ്ങൾ. അഞ്ചാമത്തെ യുദ്ധം. ആറാമത്തെ യുദ്ധം സ്പിരിച്വൽ ബാറ്റിൽ, ആത്മീക യുദ്ധം, ആത്മീക യുദ്ധം, ആത്മമണ്ഡലത്തിലുള്ള പോരാട്ടം. ഏഴാമത്തെ യുദ്ധം മിനിസ്ട്രി ബാറ്റിൽ, ഊഴിയത്തോട് ബന്ധപ്പെട്ടുള്ള പോരാട്ടം, മിനിസ്ട്രി ബാറ്റിൽ. മലയാളത്തിൽ ശുശ്രൂഷ എന്ന ഞങ്ങൾ പറയുന്നത്, ഊഴിയത്തോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം. അങ്ങനെ 7 ബാറ്റിലുകൾ, 7 വിധ പോരാട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1 ഇൻസൈഡ് ബാറ്റിൽ, അകമേയുള്ള യുദ്ധം. നമ്പർ 2 രണ്ടാമത് ഔട്ട്സൈഡ് ബാറ്റിൽ, പുറമേയുള്ള പോരാട്ടം. മൂന്നാമത് ഫിസിക്കൽ ബാറ്റിൽ, ശരീരത്തോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം. നാലാമത് ഫാമിലി ബാറ്റിൽ, കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ള പോരാട്ടം. അഞ്ചാമത് വൈകാരിക യുദ്ധങ്ങൾ, ഇമോഷണൽ ബാറ്റിൽ. അഞ്ചാമത്തെ ബാറ്റിൽ ഇമോഷണൽ ബാറ്റിൽ. ആറാമത്തെ യുദ്ധം
സ്പിരിച്വൽ ബാറ്റിൽ, ആത്മമണ്ഡലത്തിലെ യുദ്ധം, ആത്മീക യുദ്ധം. 7ാമത്തെ ബാറ്റിൽ മിനിസ്ട്രി ബാറ്റിൽ, ശുശ്രൂഷയോട് ഊഴിയത്തോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം, 7ാമത്തെ യുദ്ധം. ഞാനിപ്പോ 2 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചാൽ കാണാതെ പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ പറഞ്ഞ 7 യുദ്ധങ്ങൾ: അകത്തെ യുദ്ധം, പുറത്തെ യുദ്ധം, ശാരീരികമായുള്ള യുദ്ധം, ഫിസിക്കൽ ബാറ്റിൽ, ഫാമിലി ബാറ്റിൽ, കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം. 5ാമത്തെ ബാറ്റിൽ വൈകാരികമായ യുദ്ധം, ഇമോഷണൽ ബാറ്റിൽ. 6ാമത്തെ യുദ്ധം, 6ാമത്തെ പോരാട്ടം സ്പിരിച്വൽ ബാറ്റിൽ, ആത്മമണ്ഡലത്തിലെ യുദ്ധം. 7ാമത്തെ യുദ്ധം മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം, ശുശ്രൂഷയുടെ ഊഴിയത്തോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം. 7 യുദ്ധങ്ങൾ. എനിക്കറിയാം നിങ്ങൾ വളരെ അമൈതലായി സൈലന്റായി കേട്ടിരിക്കും. പാസ്റ്റർ എന്നെ പറഞ്ഞാലും ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നോളാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കരം തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആക്ച്വലി ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, പുതിയ നിയമസഭ യുദ്ധഭൂമിയില, പോരാട്ട ഭൂമിയിലാണ് നിൽക്കുന്നത്. ഒരു സോഫ്റ്റായ പ്രതലത്തിലല്ല സഭ നിൽക്കുന്നത്. ഒരു കംഫേർട്ട് സോണിലല്ല സഭ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ദൈവദാസന്മാർ, മിനിസ്ട്രി ചെയ്യുന്നവർ, ആത്മീകരായിട്ടുള്ളവർ, ജഡീകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആത്മീകരായിട്ടുള്ള ഒരു വിശ്വാസിയെ, ഒരു ശുശ്രൂഷകനെ ദൈവം നിർത്തിയിരിക്കുന്നത് പോരാട്ട ഭൂമിയിലാണ്, യുദ്ധഭൂമിയിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് സേന ഉള്ളതുപോലെ സ്വർഗീയ സേന പുതിയ നിയമസഭയ്ക്കുണ്ട്. അവരെ ദൈവം നിർത്തിയിരിക്കുന്നത് സോഫ്റ്റായ പ്രതലത്തിലല്ല, അവരെ നിർത്തിയിരിക്കുന്നത് യുദ്ധഭൂമിയിലാണ്. നിങ്ങൾക്കൊരു കാർ ഉണ്ട് എന്ന് ഇരിക്കട്ടെ, ഒരു കാർ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. ആ കാർ നിങ്ങൾ നിങ്ങളുടെ കാർ പോർച്ചിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ടു, നിങ്ങൾ അതിനെ മൂടി പുതപ്പിച്ച് റെഡിയാക്കി ഇട്ടു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അതെല്ലാം എടുത്ത് പിന്നെയും കാറൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ ഇട്ട് ഒന്നുകൂടെ തൂത്ത് തുടച്ച് വാഷ് ചെയ്ത് 10 വർഷം നിങ്ങളുടെ കാർ നിങ്ങളുടെ പോർച്ചിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കാറിന് അപകടമുണ്ടാവുകയില്ല. വാങ്ങിയ പോലെ കാറ് വീട്ടിൽ കിടക്കും. കാര്യം അത് റോട്ടിൽ ഇറങ്ങിയിട്ടില്ല. റോട്ടിൽ ഇറങ്ങുമ്പോഴാണ് കാറിന് അപകടം ഉണ്ടാകുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലായില്ലല്ലേ? ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പാസ്റ്ററോട് ചോദിച്ചാൽ മതി, പാസ്റ്റർ ബാക്കി പറഞ്ഞു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ കാറ് വീട്ടിൽ കിടക്കുന്ന കാലത്തോളം അതിന് യുദ്ധം ഉണ്ടാകത്തില്ല, ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. എന്നാൽ കാറ് റോട്ടിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോ മിനിസ്ട്രി വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ വിശ്വാസി വീട്ടിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പിശാചുമായി യുദ്ധം ചെയ്യുവാൻ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് കാർ പോർച്ചിലെ മിനിസ്ട്രി അല്ല, ഇത് ആക്സിഡന്റൽ ഏരിയയാണ്, ഡേഞ്ചറസ് സോൺ ആണ് എന്ന് തിരിച്ചറിയുന്നത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത് യുദ്ധഭൂമിയാണ്. രക്തം പൊടിയാൻ സാധ്യതയുണ്ട്, കണ്ണുനീരൊഴുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്, ജയം ദൈവസഭയ്ക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1ാമത്തെ യുദ്ധം ഇൻസൈഡ് ബാറ്റിൽ, അകത്തെ യുദ്ധം. ഫസ്റ്റ് ബാറ്റിൽ, ഇൻസൈഡ് ബാറ്റിൽ. ഞാൻ ഒത്തിരി റെഫറൻസുകൾ പറഞ്ഞുകൊണ്ട് പോകാതെ വളരെ പെട്ടെന്ന് 7 കാര്യവും തീർക്കേണ്ടതിനായി വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു സഭാ ശുശ്രൂഷകനാണ്. കഴിഞ്ഞ 30 വർഷമായി ഞാൻ ചർച്ചിലെ പാസ്റ്ററാണ്. സഭ എന്താണെന്നും ദൈവസഭയിൽ ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണെന്നും ചെറിയ തോതിൽ പരിശുദ്ധാത്മാവ് എന്നെ അനുഭവത്തിൽ കൂടിയും എൻ്റെ ലീഡേഴ്സ് മുഖാന്തരവും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ ഏറിയ സംസാരിക്കാൻ, അനുഭവത്തിൽ കൂടി സംസാരിക്കാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാര്യം ഞാൻ ഇന്ന് വരെ സഭ ഇട്ടേച്ചൊരു ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്താലും സഭയോട് കൂടെയേ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാവിലെയും എൻ്റെ ചർച്ചിലെ കുറച്ചു പേരെ വിളിച്ച് നാളത്തെ ആരാധനയെക്കുറിച്ച് അവരോടെല്ലാം സംസാരിച്ച് അവരെല്ലാം പറഞ്ഞു, നാളെ കൃപാസനത്തിൽ ഇവിടെ നിൽക്കണ്ട, അവിടെ വന്നേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോബ് പാസ് സമ്മതിച്ചാൽ ഞാൻ വരാം. സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് എന്നെ മിസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളുടെ ചർച്ച് ഞാൻ ഇതുപോലെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാറ്റ്ഫോം ഇല്ല. കാര്യം ആ പ്ലാറ്റ്ഫോമിൽ കയറി മിനിസ്ട്രി ആരംഭിച്ചാൽ തൊട്ടടുത്ത് നിന്ന്
പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഞാൻ എന്നും അറിയുന്ന ഒരാളാണ്. ഭയങ്കര ആവേശത്തോടെയാ ദൈവമക്കൾ വരുന്നത്. രാവിലത്തെ ആരാധന കഴിഞ്ഞാൽ ആരാധന തീർന്നു പോകുന്നത് സായാഹ്നം വൈകുന്നേരമാണ്. ഞാൻ 4 o'clock 5 o'clock വരെ ആ സ്റ്റേജിലുണ്ടായിരിക്കും. ഇവരാരും പോവുകയില്ല. ഇവർ പോകാത്തത് ഞാൻ പോകാത്തതുകൊണ്ടാ, ഞാൻ പോകാത്തത് ഇവർ പോകാത്തതുകൊണ്ടാ. അത്രയും നല്ലൊരു ചർച്ച ഇട്ടേച്ച് നാളെ ഇവിടെ നിൽക്കണോ ഞാൻ? ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കമോൺ, കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? നമ്മളൊരു ചർച്ചിലെ മിനിസ്ട്രി ഞാൻ ആരംഭിച്ച സമയത്ത് ഈ കഴിഞ്ഞ ദിവസം വരെ ചർച്ചിനോട് ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇൻവോൾവ്ഡ് ആണ്. ദൈവമക്കളോട് ബന്ധപ്പെട്ട് ഒത്തിരി ഇൻവോൾവ്ഡ് ആണ്. ഇൻസൈഡ് ബാറ്റിൽ, അകത്ത് യുദ്ധം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവ് നമ്മെ പഠിപ്പിച്ച മിനിസ്ട്രി വൺ മാൻ ഷോ മിനിസ്ട്രി അല്ല, ടീം മിനിസ്ട്രിയാണ്. ഒരു ഗ്രൂപ്പ് ഒരുമിച്ചുള്ള മിനിസ്ട്രിയാ പുതിയ നിയമ മിനിസ്ട്രി. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഒരു മോസസ്, ഒരു ജോഷുവ, ഒരു ശമൂവേൽ, ഒരു ഏലിയാവ്, ഒരു എലീഷ, റൈറ്റ്? എല്ലാം വൺ മാൻ ഷോയാണ്. ഒരാൾ. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റ് പിറന്നപ്പോ യേശു കർത്താവ് വന്ന് ആദ്യം ചെയ്തത് 12 പേരെ സെലക്ട് ചെയ്ത് 13 അംഗ ടീം ഉണ്ടാക്കുകയായിരുന്നു. ഹല്ലേലൂയ. 13 അംഗ ടീമില് ഒരാൾ യൂദായാണ്. ലീഡറെ കാശിന് ഒറ്റിക്കൊടുക്കുന്ന ആള് ടീമിലുണ്ട്. 30 വെള്ളിക്കാശാണേ 30 വെള്ളിക്കാശ് മതി, എന്നാലും എൻ്റെ ലീഡറെ ഒറ്റിക്കൊടുത്തിട്ട് എനിക്ക് കാശ് മേടിക്കണം. അവനെ 3.5 വർഷം യേശു അഡ്ജസ്റ്റ് ചെയ്തു. എന്നല്ലേ നമ്മുടെ യേശു കർത്താവിന്റെ മനസ്സ്? ഇവൻ യൂദായാന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ യേശു മിണ്ടാതിരുന്ന കാര്യം തിരുവെഴുത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയാണ്. എന്തിനേറെ ഹസ്ബൻഡും വൈഫും നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട് ഒരു ടീം മിനിസ്ട്രി അല്ലേ? ഒരു ടീം മിനിസ്ട്രി അല്ലേ? ഭർത്താവിന്റെ സ്വഭാവം ഭാര്യയ്ക്ക് എപ്പോഴും പിടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഭർത്താവിന്റെ സ്വഭാവം ഭാര്യയ്ക്ക് പിടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെന്താണ് ഇന്ന് വരെ ജീവിച്ചത്? പിടിച്ചേ പറ്റൂ. അത് കുടുംബയുദ്ധം പറയുമ്പോൾ ഇപ്പൊ അതങ്ങ് പറഞ്ഞേക്കങ്ങ് പിന്നെ അതിന്റെ ആ ടോപ്പിക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. തന്നല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നേ, എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പ്രീച്ച് ചെയ്യാം. ഹല്ലേലൂയ. എന്റെ വൈഫ് വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടയ്ക്ക് അവളെന്റെ തലയൊന്ന് ഉയർത്തി കാണിക്കും, ഞാനിവിടെ ഉണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് ഒരേ ഒരു വാഴ്ക്കയേ ഉള്ളൂ, ഒരേ ഒരു ലൈഫ്. അത് ഏറ്റവും നന്നായി ജീവിക്കണം. യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്ന ഈ ഒരു നല്ല ലൈഫിന് കരമടിച്ച് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. പലര് കൂടുന്ന ഒരു ടീമിൽ ഏത് സമയവും ഇൻസൈഡ് ബാറ്റിൽ, അകത്തെ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അകത്തെ യുദ്ധം ഏത് സമയത്തുണ്ടാകാം. എപ്പോഴാ ഒരു വ്യക്തിയുടെ മുഖം മാറുന്നതെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല. രാവിലെ ചിരിക്കുന്നയാള് ഈ സായന്തരം ചിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മോട് ഹായ് പറഞ്ഞിട്ട് പോകുന്ന ആള് നാളെ ബായ് എന്ന് പറയാൻ 2 മിനിറ്റ് മതി. പ്രൈസ് ദി ലോർഡ്. ഏത് സമയവും ഇൻസൈഡ് ബാറ്റിൽ ഉണ്ടാകാം. ഫ്രണ്ടിൽ ഇരുന്ന് പാസ്റ്റർ യു ആർ കറക്റ്റ്, നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ആള് പിറ്റേ ദിവസം രാവിലെ പറയുന്നത് മേല അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്തേക്കരുത്. കാര്യം ഇൻസൈഡ് ബാറ്റിൽ അങ്ങ് ദൂരെ നല്ല അകത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അതാർക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അകത്ത് യുദ്ധമുണ്ടാകുമ്പോ എന്താ പ്രതിവിധി എന്ന് നമ്മോട് പറഞ്ഞത് വേറെ ആരുമല്ല, യേശു കർത്താവ് തന്നെയാ. നിങ്ങൾ അറയിൽ കടന്ന്, മുറിയിൽ കടന്ന്, വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വാതിൽ തുറക്കാതെ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് മുറിക്ക് ഉള്ളിലേക്ക് വന്ന് നിങ്ങളുടെ ഇൻസൈഡ് ബാറ്റിലിന് നിങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് അകമേ ഉള്ളിലെ യുദ്ധം ജയിക്കുന്നത് പുറത്തല്ല, ഉള്ളിലെ യുദ്ധം ജയിക്കുന്നത് ഉള്ളിൽ തന്നെയാകയാൽ കമാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് സ്തോത്രം പറ ദൈവത്തിന്. ഉള്ളിൽ യുദ്ധം ഉണ്ടാകുമ്പോ ഒരിക്കൽ പോലും പുറത്തറിയരുത്, പുറത്തിറങ്ങരുത്. അകത്തെ യുദ്ധത്തിന് ആൻസർ അകത്ത് തന്നെയാ.
അകത്തെ യുദ്ധം പുറത്ത് ആൻസറില്ല, അകത്ത് തന്നെ ആൻസറുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അകത്ത് മുട്ടുമടക്കണം, പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്നൊരു പിതാവുണ്ട്, അവൻ എൽറോയിയാണ്. യെസ് ഓർ നോ? അവൻ എൽറോയിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഇൻസൈഡ് ബാറ്റിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെ തേടി നിങ്ങൾ പോകരുത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അകത്ത് വരുന്ന ഒരു പിതാവുണ്ട്, അവൻ്റെ പേര് എൽറോയി എന്നാണ്. അവൻ നിങ്ങളെ കാണുന്നുണ്ട്. അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട്. ഒരു കൈ കൊണ്ട് നിങ്ങൾ കണ്ണുനീർ തുടയ്ക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാ. പക്ഷേ മറുകൈയിൽ അവൻ വചനമെന്ന വാള് നിനക്ക് തന്നിട്ട് പറയും, എൻ്റെ മകളെ, നീ ഒരു കൈ കൊണ്ട് കണ്ണുനീർ തുടയ്ക്ക്, മറുകൈ കൊണ്ട് പിശാചിൻ്റെ ശക്തിയെ നീ വെട്ടിക്കള. ആ ഒഴുകുന്ന കണ്ണുനീർ നിന്റെ മറുകയിൽ അഭിഷേകമായി മാറുകയാ. കം ഓൺ, ഇൻസൈഡ് ബാറ്റിൽ, ഇൻസൈഡിൽ അതിന്റെ ഡെലിവറൻസ് ഉണ്ട്. അനുഭവമുള്ള ദൈവമക്കൾ സ്തോത്രം പറ. ഒരിക്കലെങ്കിലും പരിശുദ്ധാത്മാവ് അങ്ങനെ നിന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് അന്യഭാഷകളിൽ എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദി അയ്യ. ഓഹോ എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദി അയ്യ. എന്നെ കണ്ടീരേ നന്ദി അയ്യ. ഉമ്മൈ മുഴുവള്ളത്തോട് ആരാധിപ്പേ, മുഴുവലത്തോട് അൻപ് കൂറുവേ. ആരാധனை 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 ആരാധனை. ഓഹോ ആരാധனை 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 ആരാധனை. One more time. ഓ എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദിയായി. ഓ എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദി അയ്യാ. എന്നെ കണ്ടീരേ ഓഹോ നന്ദി അയ്യാ. ഉമ്മൈ മുഴുവള്ളത്തോട് ആരാധിപ്പേ, മുഴുവലത്തോട് അൻപ് കൂറുവേ. ആരാധனை ആരാധனை ഓ ആരാധனை 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 ഓ ആരാധனை ആരാധனை. ഹല്ലേലൂയ ഹല്ലേലൂയ. മോസസ് ഓൾഡ് ടെസ്റ്റമെന്റിലെ സഭ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ സഭയുണ്ടോ? ഉണ്ട്. കാരണം സ്തേഫാനോസ് അപ്പോസ്തല നടപടികൾ 7-ാം അധ്യായത്തിൽ പ്രീച്ച് ചെയ്യുമ്പോൾ മരുഭൂമിയിലെ സഭ എന്നൊരു പദം മലയാള ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിലെ സഭ. സ്തോത്രം. തമിഴ് ബൈബിളിൽ അതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മരുഭൂമിയിലെ സഭയുടെ ദൂതനായിരുന്നത് മോസസ് ആയിരുന്നുവെന്ന് സ്തേഫാനോസ് 7-ാം അധ്യായത്തിൽ പ്രീച്ച് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിലെ മരുഭൂമിയിലെ സഭയിൽ ലീഡറായിരുന്ന മോസസ് ചില പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായ സമയം അതിന് ലീഡേഴ്സും ഉണ്ട്. കോരഹ്, ദാദാൻ, അബീരാം ഇവരൊക്കെ ഓപ്പോസിഷൻ ലീഡേഴ്സാണ് മോസസിന്റെ മരുഭൂമിയിലെ സഭയ്ക്ക്. നമുക്കും ഉണ്ടല്ലോ ഇന്ത്യയിൽ ഓപ്പോസിഷൻ ലീഡേഴ്സ്. ഭരിക്കുന്നതിനും ഭരിക്കാൻ ലീഡേഴ്സ് ഉണ്ട്, ഓപ്പോസ് ചെയ്യാനും ലീഡേഴ്സ് ഉണ്ട്. അത് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായിരിക്കും. സഭയിൽ അത് ഉണ്ടാകാതിരിക്കട്ടെ.
പറഞ്ഞേ ആമേൻ. കോരഹും ദാഥാനും അബീരാമും ഒക്കെ ഒപ്പോസിഷൻ ലീഡേഴ്സിനെ പോലെ വർക്ക് ചെയ്ത സമയം. പക്ഷേ ആ സമയത്തെല്ലാം മോസസ് ചെയ്തത് തൻ്റെ കൈ ഉയർത്തി കർത്താവിൻ്റെ മുമ്പിൽ മലർത്തിയിട്ട് ഒറ്റ വിളിയാ, യാഹുവേ യാഹുവേ എന്നൊരു വിളി വിളിക്കുമ്പോ അതിൻ്റെ സൊല്യൂഷനുമായി എൽറോയ് ഇറങ്ങി വരികയാ. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ചില സമയത്ത് ഇൻസൈഡ് ബാട്ടിൽ ഉണ്ടാകുമ്പോ എൻ്റെ യേശുവേ എന്നൊരു വിളി നീ അകത്തിരുന്ന് വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ 1000 കോടി വാനഗോളങ്ങൾക്കപ്പുറേ സ്വർഗത്തിൽ അതെത്താൻ സെക്കൻഡ് മതി. കാര്യ അത് നിന്റെ ചങ്കുപൊട്ടിയുള്ള വിളിയാണ്, നിന്റെ കണ്ണ് നിറഞ്ഞുള്ള വിളിയാണ്. എൻ്റെ യേശുവേ അകത്തെ യുദ്ധമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്നത് നമ്മുടെ മനസ്സാണ്, ശരീരമല്ല, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മെന്റലി നമ്മൾ ഒത്തിരി ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു യുദ്ധമാണ് ഇൻസൈഡ് ബാറ്റിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പോസ്തല നടപടികൾ 13-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസ് പംഫുല്യായിൽ എത്തിയ സമയത്ത് യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ, മർക്കോസ് വളരെ പെട്ടെന്ന് പൗലൂസിനെ വിട്ട് യെരൂശലേമിലേക്ക് പോകുകയാണ്. ബൈബിൾ അങ്ങനെ പറയുന്നു. 3-4 പേരുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ടീമിൽ നിന്ന് ഒരു ദൈവദാസൻ തിരികെ പോകുകയാണ്. ആമേൻ. ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതൊരു ഇൻസൈഡ് ബാറ്റിൽ തന്നെയാണ്. ഒരുമിച്ച് യാത്ര പുറപ്പെട്ടവരാ, പക്ഷെ ഒരു കൊച്ചു കാരണം പോലും ബൈബിൾ അവിടെ പറയുന്നില്ല. എന്ത് കാരണം കൊണ്ട് മർക്കോസ് കടന്നുപോയി എന്ന് ബൈബിൾ പറയുന്നില്ല. അതിന് കുറച്ചു നേരം കൂടി നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചാൽ, 13-ാം അധ്യായം പഠിച്ചാൽ കാരണങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാര്യം ആ ടീമിൽ ഉണ്ടായിരുന്നവർ 1 ബർന്നബാസ്, 2 പൗലൂസ്, 3 മർക്കോസ്, 4 ലൂക്കോസ്. ഇങ്ങനെ 3-4 പേർ മാത്രമേ ആ ടീമിൽ അംഗത്വം എടുത്തിട്ടുള്ളൂ. അവർ ഒരുമിച്ച് പോകുക. അന്നത്തെ ആ സമയത്തെ ആ അധ്യായത്തിലെ ആ ചാപ്റ്ററിലെ ലീഡർ പൗലൂസ് അല്ല, ബർന്നബാസ് ആണ്. കാര്യം എവിടെയും മലയാള ബൈബിളിലെ കാര്യം പറയണേ, അവിടെ എഴുതിയിരിക്കുന്നത് ബർന്നബാസും ശൗലും. ആദ്യത്തെ പേര് ശൗലിന്റെ അല്ല, ബർന്നബാസിന്റെയാ. ബർന്നബാസിന്റെ പേരാണ് അവിടെ ആലേഖനം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ അവസാനത്തെ വാക്യം 25 ഞാൻ നനയ്ക്കുന്നു. ലാസ്റ്റ് വേർഡ്സ് അതിൻ്റെ അകത്ത് ബർന്നബാസും ശൗലും ശുശ്രൂഷ മിനിസ്ട്രി കഴിഞ്ഞ് ഊളിയം കഴിഞ്ഞ് യെരൂശലേമിലേക്ക് തിരിച്ചു പോന്നു എന്നാ ബൈബിൾ പറയുന്നത്. അപ്പോസ്തല നടപടികൾ 13:2 വായിക്കുന്നു. ആവിയാനവർ പരിശുദ്ധാത്മാവ് പറയുകയാ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ എനിക്കായി വേർതിരിക്കുക. ഈവൻ ഹോളി സ്പിരിറ്റ് പോലും പറയുന്നത് ബർന്നബാസും ശൗലും എന്നാണ്. അങ്ങനെ ബർന്നബാസും ശൗലും മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുക. ലീഡർഷിപ്പ് ബർന്നബാസിന്റെ കയ്യില. കാര്യം പോൾ അല്ല സീനിയർ, ബർന്നബാസ് ആണ് സീനിയർ. ഓർക്കുക, പോൾ അല്ല സീനിയർ, ബർന്നബാസ് ആണ് സീനിയർ. അതുകൊണ്ട് തന്നെ ബർന്നബാസ് ശൗലിനെ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ദമാസ്കസിൽ വെച്ച് യേശുവിനെ കണ്ടിട്ട് തിരിച്ച് യെരൂശലേമിൽ വന്നപ്പോ അപ്പോസ്തലന്മാര് സ്വീകരിച്ചില്ല, റിജക്റ്റ് ചെയ്തു. കാര്യം പോളിനെ ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല, പേടിച്ചിട്ടാണ്. യെരൂശലേം സഭയെ മുടിച്ചു കളഞ്ഞവനാ ശൗലെന്ന് പറയുന്നത്. നാളെ മാനസാന്തരപ്പെട്ട് സഭയിലോട്ട് വരുന്നെന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. പക്ഷെ ബർന്നബാസ് വന്ന് സംസാരിച്ചു, അതെ, ശൗലിനെ യേശു തൊട്ടതാണ്, ശൗലിനെ അനന്യാസ് സ്നാനപ്പെടുത്തിയതാ, അത് ദമസ്കോസിൽ വെച്ചാണെന്നേ ഉള്ളൂ. ഇപ്പോൾ താൻ വന്നിരിക്കുന്നത് കൊല്ലാനല്ല, യേശുവിന് വേണ്ടി മരിക്കാൻ താൻ വന്നിരിക്കുകയാ എന്ന് പറഞ്ഞ് ബർന്നബാസ് ആണ് ശൗലിനെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത്. അവസാനം ശൗല് യെരൂശലേമിൽ നിന്ന് തർസോസിലേക്ക് പോയെന്ന ബൈബിൾ പറയുന്നത്. 11-ാം അധ്യായം വായിക്കുമ്പോൾ ബർന്നബാസ് ശൗലിനെ തെരയാൻ തർസോസിലേക്ക് പോയി. എന്നിട്ട് തർസോസിൽ വെച്ച് ശൗലിനെ കണ്ടുപിടിച്ച് തിരിച്ച് അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന 11-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്ക് വേർതിരിക്കുകയാണ്. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു സെലൂക്കിയയിൽ എത്തിയെന്ന് 4, 5, 6 വാക്യം
വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. അവിടുന്ന് സൈപ്രസിലേക്ക് പോയി. ഇംഗ്ലീഷ് ബൈബിളിൽ സൈപ്രസ്, മലയാളത്തിൽ കുപ്രോസ് എന്നാണ്, തമിഴിൽ എന്താണെന്ന് എനിക്കറിയില്ല. കുപ്രോസ് ദ്വീപിലെത്തി. എന്താ പെട്ടെന്ന് ബർന്നബാസ് എന്ന ലീഡർ കുപ്രോസ് ദ്വീപിലേക്ക് പോയത്? നമ്മൾ 3 മുതലുള്ള അധ്യായം വായിച്ചു വരുമ്പോൾ ബൈബിൾ പറയുന്നു കുപ്രോസ് ദ്വീപുകാരനായ ബർന്നബാസ് എന്ന ബൈബിൾ പറയുന്നേ. കുപ്രോസ് ദ്വീപുകാരനായ ബർന്നബാസ്. ഓർക്കുക, ബർന്നബാസിന്റെ നാടാണ് കുപ്രോസ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ വേല താൻ തെരഞ്ഞെടുത്തു. അപ്പോൾ മർക്കോസ് എന്ത് ചെയ്തു? ആ കൂടെ കൂടുകയാ. ബർന്നബാസും മർക്കോസും ബ്ലഡ് റിലേറ്റീവ്സ് ആണ്, അങ്കിളാണ്, അമ്മാവനാണ് മർക്കോസിന്റെ ബർന്നബാസ്. അവൻ രക്തബന്ധമുണ്ട്. അപ്പോ അവന്റെ ആ അങ്കിള് ലീഡ് ചെയ്യുന്ന ടീമിൽ യാത്ര ചെയ്യാൻ തനിക്ക് ഭയങ്കര സന്തോഷം. തന്നെയുമല്ല, കുപ്രോസ് ദ്വീപിലേക്ക് പോകുമ്പോ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ കുപ്രോസ് ദ്വീപിൽ ഉണ്ട് പോലും. അതുകൊണ്ട് സന്തോഷത്തോടെ കുപ്രോസിൽ വേല തുടങ്ങി. വേല ആരംഭിച്ച് അവിടുന്ന് യാത്ര പുറപ്പെട്ട് സലമീസിലെത്തി. പിന്നെ പാഫോസി വന്നു. പാഫോസി വന്നപ്പോ 9-ാം അധ്യായം 9-ാം വാക്യം, 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. അവിടെയാ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പദം കാണുന്നത്. അതുവരെ ശൗൽ 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 എന്ന് ബൈബിൾ പറഞ്ഞ പദം മാറി അവിടെ മുതൽ പൗലൂസ് എന്ന പദം വരികയാണ്. ഹല്ലേലൂയ. അവിടം വരെ ശൗൽ ശൗൽ ശൗൽ. ആമേ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സ്തെഫാനോസിനെ കൊല്ലുമ്പോ ശൗൽ എന്ന ബാല്യക്കാരൻ സാക്ഷികളുടെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്നു. ദമസ്കോസിൽ വെച്ച് യേശു വിളിക്കുന്നത് ശൗലേ ശൗലേ. എന്തിനേറെ, അനന്യാസിനോട് ദർശനത്തിൽ കർത്താവ് പറയുന്നു ശൗല് പ്രാർത്ഥിക്കുന്നു. ശൗൽ എവിടെ പ്രാർത്ഥിക്കുന്നേ? നേർവീഥി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ ശൗൽ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. നീ പോക. അപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ശൗൽ, യേശു പറയുന്നത് ശൗൽ. നോക്കിക്കേ, അവിടെ എല്ലാം ശൗലാണ്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞ് യഹൂദന്മാരെ മിണ്ടാതാക്കി. അവിടെയും പേര് ശൗൽ എന്നാണ്. മിനിസ്ട്രി കഴിഞ്ഞ് യെരൂശലേമിലേക്ക് വരുമ്പോ ബർന്നബാസും ശൗലും വന്നെന്ന ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവും വിളിക്കുന്നത് ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്കായി വേർതിരിക്കുകയാണ്. ഓർക്കുക, അവിടെ എല്ലാം ശൗൽ 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 ശൗൽ. എന്നാൽ 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പോൾ പൗലൂസ് എന്നു പേരുള്ള ശൗൽ. ഒന്നോർത്തേ, അതുവരെ ഇല്ലാത്തൊരു പേര് അപ്പോൾ വരികയാ. അവിടെ എഴുതിയിരിക്കുന്ന വചനം തമിഴിൽ എങ്ങനെയെന്ന് അറിയില്ല, ഒന്ന് വായിച്ച് സഹായിക്കാമോ? 13-ാം അധ്യായം 9-ാം വാക്യം. പരിശുദ്ധാവിയിനാൽ, ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോ ശൗലിന് പകരം പൗലൂസ് വരികയാണ്. പേര് മാറുകയാ. ഞാൻ നിങ്ങളോട് പറയുക, പുതിയ നിയമസഭ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഒരു കാരണവശാലും മൂവ് ചെയ്യാൻ ദൈവം അനുവദിക്കില്ല. പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ അവനെ മാറ്റിയെടുക്കാൻ അന്നും ഇന്നും എന്നും എൻ്റെ ദൈവം തയ്യാറാണ്. അതുവരെ ശൗൽ എന്നുള്ള പദം പാപൻ, അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ശൗൽ ശൗൽ എന്നല്ല, പൗലൂസ് എന്നാ വന്നിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പറയാൻ കാര്യം എന്തെന്നറിയാമോ? എന്നെ പരിശുദ്ധാത്മാവ് തൊട്ടത് കൊണ്ടാണ്. ആരെയെല്ലാം പരിശുദ്ധാത്മാവ് തൊടാൻ ആഗ്രഹിക്കുന്നോ അവരുടെ അവസ്ഥകൾ മുഴുവൻ മാറ്റിയെടുക്കാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് തയ്യാറാണെന്ന് ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ ദൈവത്തോട് പറയും, യെസ് ഹോളി സ്പിരിറ്റ്, എന്നെ ഒരിക്കൽ ഒന്ന് തൊടണമേ, എന്നെ ഒരു പ്രാവശ്യം ഒന്ന് തൊടണമേ, എന്നെ ഒരു പ്രാവശ്യം ഒന്ന് തൊടണമേ എന്ന് പറയാൻ പറ്റുന്നവർ എന്നോട് ചേർന്ന് കൈ ഉയർത്തി ദൈവത്തോട് പറ, എന്നെ തൊടാതെ പോകല്ലേ പരിശുദ്ധാത്മാവേ, ഒരു പ്രാവശ്യമെങ്കിലും എന്നെ തൊടണമേ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അന്യഭാഷയും നമ്മൾ പറയുന്നു. നമ്മൾ വന്ന റൂട്ടല്ല പോളിന്റെ റൂട്ട്. പട്ടാപ്പകൽ വഴിയിൽ വെച്ച് കർത്താവ് തൊട്ട ഒരു ഡിവൈൻ എൻകൗണ്ടർ.
പകൽ സൂര്യനെ വെല്ലുന്ന വെട്ടം കൊണ്ട് തൊട്ടവനെ സാൽവേഷനിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ദൈവം ഒരു മിഷൻ അവനെ ഏൽപ്പിക്കുക. ഞാൻ ഈ സഭയെ ബ്ലസ് ചെയ്യുകയാ. അതുപോലെ ഒരു സ്പർശന, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒരു എൻകൗണ്ടർ, ഒരു വിസിറ്റേഷൻ, ഒരു ആത്മാവിന്റെ സന്ദർശനം. പരിശുദ്ധാത്മാവേ എൻ്റെ വീട്ടിൽ അയക്കണേ, എൻ്റെ സഭയിൽ അയക്കണേ എന്ന് എത്ര പേരിന്ന് രാവിലെ ദൈവത്തോട് പറയും? ലോർഡ്, ഞങ്ങൾ അപ്പോസ്തല നടപടികൾ 22-ാമത് അധികാരം പിന്നീട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കൂ. പൗലൂസ് തൻ്റെ ടെസ്റ്റിമണി, പൗലൂസ് തൻ്റെ സാക്ഷ്യം പറയുന്ന സമയത്ത് താൻ പറയുന്നുണ്ട്, ഞാൻ ദമസ്കോസിൽ നിന്ന് പ്രയാണം ചെയ്ത് യെരൂശലേമിൽ എത്തി. അതിൻ്റെ 15 മുതലുള്ള വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദമസ്കോസിൽ നിന്ന് യെരൂശലേമിൽ വന്ന് ചർച്ചിൽ കയറി, പള്ളിയിൽ കയറി. പള്ളി മീൻസ് സിനഗോഗ്. ഞാൻ യഹൂദനാകിയാൽ സിനഗോഗിൽ എനിക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സിനഗോഗിൽ കയറി പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് എനിക്ക് ആവിയിലൊരു വിവശതയുണ്ടായി. ആത്മാവിൽ എനിക്കൊരു വിവശതയുണ്ടായി. ഒരായുസിൽ ഒരിക്കലെങ്കിലും നമുക്കങ്ങനെ പറയാൻ അനുഭവം ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് വൺ ടൈം, ഒരിക്കലെങ്കിലും ദൈവം എന്നെ തൊട്ടു. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളിൽ പലരുടെയും കണ്ണടയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകയില്ല. ദാഹമുള്ളവരുടെ മേലതുണ്ടാകും, വാഞ്ചയുള്ളവരുടെ മേലതുണ്ടാകും. ഇത് അടിച്ചേൽപ്പിക്കുന്നതല്ല. ദൈവം വ്യക്തിപരമായി ചില കോളിങ് കൊടുത്തവർ, അവരുടെ കോളിങ് കുറച്ച് ഹയറാണെങ്കിൽ അതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് അവരെ തൊട്ടിരിക്കും. ഹോളി സ്പിരിറ്റ് അവരെ തൊട്ടിരിക്കും. റാഹിബത ജനകസിയാര. ഇന്ന് പകൽ ഞാൻ പറയുന്നു, അങ്ങനെ ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ ലൈഫ് സ്റ്റൈല് മാറിയിരിക്കുക. ദൈവം തൊട്ടവനെന്ന് നിനക്ക് പേര് വരും. ദൈവം തൊട്ട ഒരു ശുശ്രൂഷകൻ, ദൈവം തൊട്ട ഒരു വിശ്വാസി, ദൈവം തൊട്ട ഒരു പാസ്റ്റർ, ദൈവം തൊട്ട ഒരു ക്രിസ്ത്യാനി, ദൈവം തൊട്ടവനെന്ന് നിനക്ക് പേര് വരത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കാൻ പോകുകയാ. ഓ രാധാ റബ ഖത റബ റബദ ജനഗബ ഗശകത റഗബദ ജനഗബ ശംദ റബ ഖന റത ലബ്ര ബക ശത റബ ഖത നഗ. രോഗം തൊട്ടത് നീ അറിഞ്ഞതാ, ക്യാൻസർ തൊട്ടത് നീ അറിഞ്ഞതാ, പിശാച് തൊട്ടത് നീ അറിഞ്ഞതാ, കോപമുള്ളവർ തൊട്ടത് നീ അറിഞ്ഞതാ, ജലൻ അസൂയ ഉള്ളവർ തൊട്ടത് നീ അറിഞ്ഞതാ, എരിച്ചിലിന്റെ ആവിയുള്ളവർ തൊട്ടത് നീ അറിഞ്ഞതാ, അശുദ്ധ ആവിയുടെ തൊടൽ എന്തെന്ന് നീ അറിഞ്ഞതാ. പക്ഷേ ഇന്ന് പകൽ ദൈവം പറയുന്നു, 2025 ആത്മാവും തൊട്ടവനായി നീ മാറാൻ പോകുകയാ. അഭിഷേകം തൊട്ടവനായി നീ മാറാൻ പോകുകയാ. എന്റെ ദൈവം തൊട്ടവനായി നീ മാറുകയാ. ദൈവം തൊട്ടയൊരു അഭിഷിക്തൻ, ദൈവം തൊട്ടയൊരു ലീഡർഷിപ്പ്, ദൈവം തൊട്ടയൊരു വിശ്വാസി, ദൈവം തൊട്ടയൊരു സഹോദരി, ദൈവം തൊട്ടയൊരു ഹസ്ബൻഡ്, ദൈവം തൊട്ടയൊരു വൈഫ്. കമോൺ, ദൈവം തൊട്ടവരാകട്ടെ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. അല്പസമയം ദൈവം തൊടട്ടെ, ദൈവം തൊട്ടവരായി മാറട്ടെ, തമ്പുരാൻ തൊട്ടവരായി മാറട്ടെ. ഈ ഉലകത്തിൽ വേറൊരു ആശ എനിക്കില്ല. എന്നെ നീ ഒന്ന് തൊടണമേ, നിന്റെ ശക്തി എന്നെ തൊടണമേ. Please lift up your hands. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സേവൈ ചെയ്യാ കിരുപൈ താരുമേ, സേവൈ ചെയ്യാ കിരുപൈ താരു
തം കിരുബയെ പെരിതല്ലോ എൻ ജീവനിലും അതേ ഇമ്മാട്ടും കാത്തതുവേ இன்னும் தேவை கிருபை தாருமே இன்னும் தேவை கிருபை ஓ ரப தாழ்ம உள்ளவரிடம் தங்கிடுதே கிருபை தாழ்ம உள்ளவரிடம் தங்கிடுதே கிருபை வாழ்நாளெல்லாம் அது போதுமே சுகமுடல் தம்பலமுடல் வாழ்நாளெல்லாம் அது போதுமே சுகமுடல் தம்பலமுடல் சேவை செய்ய கிருபை தாருமே சேவை செய்ய கிருபை தாருமே சேவை செய்ய கிருபை தாரு ஹோரபத ஜனக பக பக ஷகதர கபத ஹோரா தர 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 தா ஹோரா தல ரபோ நசியால ராஜா ஓ ராஷாலா ரல பகதனே ஓ ராஜாலா ராஜாலா ராஜனா ஓ ரதரப கதரப கதரப യാക്കോബിനെ ലൂസിൽ വെച്ച് സ്വപ്നം കൊടുത്തതുപോലെ യാക്കോബിനെ ലൂസിൽ വെച്ച് സ്വപ്നം കൊടുത്ത് ദൈവം തൊട്ടതുപോലെ ഈ തലമുറയിൽ പറയാൻ പറ്റിയ ഒരു ദൈവ സ്പർശനം പരിശുദ്ധാത്മാവ് ചെയ്യാൻ വേണ്ടി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഒരു പക്ഷെ നിങ്ങൾക്കതിൻ്റെ ആവശ്യം കാണുകയില്ല, പക്ഷെ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ദയവായി നീ അതിനെ തടയരുത്. ദൈവദാസനെ, നിങ്ങൾക്കതിൻ്റെ ആവശ്യം കാണുകയില്ല, ബട്ട് നിന്റെ അടുത്തിരിക്കുന്ന പാസ്റ്റർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ദയവായി അതിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്, അതിനെ വേണ്ട എന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് പറയുക, എല്ലാവരും എൻ്റെ മുമ്പിൽ ഒരുപോലെയല്ല. ഞാൻ ചിലർക്ക് ചില അളയിപ്പ് കൊടുത്തിരിക്കെ, ചിലർക്ക് ചില അളയിപ്പ് കൊടുത്തിരിക്കെ, ആ അളയിപ്പ് ചിന്നതല്ല, പെരുസാണ്. அந்த அழைப்பு உலகத்தை தொடுന്ന அழைப்பாണ്. பவுல் போரே கர்த்தாவ் அழைத்தவர் இந்த இடத்திருக்கிறார். இன்னைக்கு ஆவியானவரோடு பரா ஹோலி ஸ்பிரிட் என்னை தொடணுமே. ராதா ரபா கதா ரபா Ramda labra baka shaka tarabakana randa labra baka ushata katarabaka asiti bikoria mashanda laya bakana rataka braba shata rabla baka astara prabausha siantani alba ramda laya prausha siara. Come on. പരിശുദ്ധാത്മാവ് എന്നെ തൊടുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഈ സ്റ്റേജിലുള്ള കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്ര.
ഇന്നേക്ക് പരിശുദ്ധമ്മ പറയുക, ചില പ്രശ്നങ്ങൾ, ചില പോരാട്ടങ്ങൾ, ചില ഞെരുക്കങ്ങൾ, ചില ഞരക്കങ്ങൾ, ചില റിജക്ഷൻസ് ഒക്കെ നിന്റെ ലൈഫിൽ ദൈവം അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ തൊടാൻ വേണ്ടിയാ, നിന്നെ തൊടാൻ വേണ്ടിയാ. നിന്നെ അവന് തൊടണ, നിന്നെ അവന് വേണ, നിന്നെ അവന് ഇഷ്ടമാണ്. വേറൊരു അളയിപ്പ് നിന്റെ മേൽ വെച്ചിരിക്കാർ, മറ്റാർക്കും ഇല്ലാത്ത ഒരു അളയിപ്പ് നിന്റെ മേൽ വന്നതിനാൽ, മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രോബ്ലം അവൻ അനുവദിക്കുകയാ. നല്ല നാഥ, ഓ രാജാലരജനറ് ഹമനാദരാന, ഓ രാതരബ ഖതരലരബന, ഓ രാജാലരബജലരഗദലരബജനദലരിബി, ഓ ശതരബ ഖതരബ ഖതരബ ഖതര. ഇസഹാക്കും റിബേക്കയും യേശാവും കൂടി ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കുമ്പോൾ യാക്കോബ് ഒറ്റയ്ക്ക് വീട് വിട്ടു പോകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റാർക്കുമില്ലാത്തൊരളയിപ്പ് യാക്കോബെ നിനക്കുണ്ട്. നിനക്കങ്ങനെ ഒരളയിപ്പുണ്ട്. അവർ ഒന്നിച്ച്, നീ ഒറ്റയ്ക്ക്. അപ്പനും അമ്മയും ഒരുമിച്ച്, മൂത്ത മകൻ ഒരുമിച്ച്, ഇളയ മകൻ ആരുമില്ല, ഒറ്റയ്ക്ക് പോരുക. എന്നാ കാര്യ? മൂത്ത മകൻ ഇല്ലാത്തൊരളയിപ്പ്, ഒരു കോളി ദൈവം അവന് കൊടുത്തിരിക്കുന്നതിനാൽ അവനെ വീട്ടിൽ നിറക്കിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ വീട്ടിൽ റിജക്ഷൻ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയുക, ന്യൂ ടെസ്റ്റമെന്റ് ജേക്കബാണ് നീ. നിന്റെ അളയിപ്പ് വേറെയാണ്. Bachana Rana Sala Bachana Si Uradala Rabagada Janagabaga Shakata Rabakata Rabakalakata Ragabata Janagaba. കർത്താവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. നിന്നോട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയവാ. ഈ പ്രശ്നം കൊണ്ട് നീ ഒതുങ്ങുകയില്ല. ഈ പ്രശ്നം കൊണ്ട് സ്വർഗം തുറക്കാൻ പോകുകയാ. ഈ പ്രോബ്ലം കൊണ്ട് സ്വർഗം തുറക്കാൻ പോകുകയാ. നിന്റെ സഭ ലൂസിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറാൻ പോകുകയാ. നിന്റെ സഭയിലെ ആ ഇരുട്ട് മാറി ബഥേലിലേക്ക് നീ മൂവ് ചെയ്യുകയാ. ഇന്ന് നിനക്ക് നിന്റെ വീട്, നിന്റെ മിനിസ്ട്രി ഒരു ലൂസിന്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, കമാൻ, ഇന്നേക്ക് പരിശുദ്ധമാവ് പറയുന്നു, ഒരു ബഥേൽ ഓപ്പൺ ചെയ്യുകയാ. Rodala bara 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 bara. Ora shiandalia bo. Ara thala rabana ishi. Ora chala rabagata shataraba. Yes bilato.
വീട്ടുകാരെല്ലാം ഒരുമിച്ച് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ലൂസിൽ വന്ന് ഒറ്റയ്ക്ക് യാക്കോബ് കിടന്നുറങ്ങുന്നെങ്കിൽ ആർക്കുമില്ലാത്തൊരളയിപ്പ് യാക്കോബിനിരിക്കെ ആ വിളി ഫുൾഫില്ല് ചെയ്യാൻ ആഗ്രഹം ദൈവത്തിനുണ്ടെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് കിടത്തി ഉറക്കിയിരിക്കും ദൈവം. അവിടെ കരയരുത്, അവിടെ വേദനിക്കരുത്. അവിടെ ഒരു കനവ് വരാൻ പോകയാ, ഒരു സ്വപ്നം വരാൻ പോകയാ. അവൻ കനവിൽ കൂടി പേശാൻ പോകയാ, കനവിൻ വഴിയായി അവൻ സംസാരിക്കാൻ പോകയാ. നീ വീട്ടിൽ ഇസഹാക്കിനോടും റിബേക്കയോടും ചേർന്നിരുന്നാൽ എനിക്ക് സ്വർഗം തുറക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു. അവർക്കില്ലാത്ത ദുഃഖം, അവർക്കില്ലാത്ത വേദന, അവർക്കില്ലാത്ത കഷ്ടപ്പാട്, അവർക്കില്ലാത്ത വഴി, അവർക്കില്ലാത്ത ഇരുട്ട് എല്ലാം ഞാൻ നിനക്ക് അനുവദിച്ചു. ഇന്ന് രാവിലെ പരിശുദ്ധമ്മ പറയുക, വാ മോനെ യാക്കോബേ, ഞാൻ സ്വർഗം തുറക്കുന്ന ദർശനം കാണിക്കാൻ പോകുകയാ. ഓ റാഠാ ഖാ റാബാ ഖാ റീതാ ലാബാ ഗാ ഷാദാ ലാബാ. Ora la 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 bagasha la 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 bagasha la taraba. Ora la badala ora shataraba. Amdala braba kasha taraba la raba la ba. Amdala yamasho nasila se nasiapa. Amdala rajala ha 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 ha. Ora chala rabaka shata. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞ് ഇനി കരയാൻ നിൽക്കരുത്. എന്നെ അവർ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് കരയാൻ നിൽക്കരുത്. എന്നെ അവർ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞ് വേദനിക്കാൻ നിൽക്കരുത്. യു ആർ എ ഡിഫറന്റ് പേഴ്സൺ. You are a different person. നിന്റെ അളൈപ്പ് ഡിഫറൻ്റ് ആണ്. നിന്റെ അളൈപ്പ് ഡിഫറൻ്റ് ആണ്. നിന്റെ മിനിസ്ട്രി ഡിഫറൻ്റ് ആണ്. നിന്റെ വിഷൻ, നിന്റെ ദർശനം ഡിഫറൻ്റ് ആണ്. Thank you. തൊടട്ടെ തൊടട്ടെ, കർത്താവ് ചിലരെ തൊടട്ടെ, കർത്താവ് ചിലരെ തൊടട്ടെ. Ora la rabakosha katarabakosha talabraba. യാക്കോബെ പോൽ പോകും പാതയിൽ പൊഴുതുപറ്റ് രാവിൽ ഇരുൾ വന്ന് മൂടിട. എളുമ്പ് നിൽക്കുവമ്മ കർത്തൃ സമൂഹത്തിൽ. യാക്കോബെ പോൽ
പോകും പാതയിൽ பொழுதுபற்று ராவில் ஏருள் வந்து மூடிடா தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலும் என் கனாவில் தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலும் எல் கனாவில் நோக்கி உம்மை கிட்டி சேர்வே வாக்கடம் தான் நல்ல நாதா நோக்கி உம்மை கிட்டி சேர்வே வாக்கடம் தான் நல்ல நாதா யாக்கோபே போல் போகும் பாதையில் பொழுது பற்று ராவில் இருள் வந்து மூடிடா யாக்கோபே போல் போகும் பாதையில் பொழுது பற்று ராவில் இருள் வந்து மூடிடா தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலோ என் கனாவில் தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலோ என் கனாவில் நோக்கி உம்மை கிட்டி சேர்வே வாக்கடம் தான் நல்ல நாதா நோக்கி உம்மை கிட்டி சேர்வே வாக்கடம் தான் நல்ல நாதா தேவனே நானும் அது அண்டையே இன்னும் நெருங்கி சேர்வதே ஆவல் பூமியில் தேவனே நான் உமது அண்டையில் இன்றும் நெருங்கி சேர்வதே நாவல் பூமியில். கண்களை மூடி ஜெபிப்போமா. ஓ ராபா காதா ராபா கானா. എല്ലാ കണ്ണുകളെ മൂടി യാക്കോബെ പോൽ നീയും പോയി ചില സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. ദിസ് ഈസ് യുവർ ഇൻസൈഡ് ബാറ്റിൽ. യാക്കോബെ പോകും പാതയിൽ பொழுது பற்று ராவில் இருள் வந்து മൂടിടാ. കണ്ണ് തുറന്നാലും കണ്ണീർ അടച്ചാലും ഇരുട്ടായിപ്പോയി യാക്കോബിന്. ദിസ് ഈസ് യുവർ ഇൻസൈഡ് ബാറ്റിൽ. യാക്കോബ്, ഈ പോരാട്ടം നീ ജയിക്കാൻ പോവാ. നീ ജയിക്കും. നീ ജയിച്ച് കണ്ണ് തുറക്കുമ്പോൾ നിന്റെ സ്ഥലത്തിൻ്റെ പേര് മാറും. നീ കണ്ണടച്ചപ്പോൾ അത് ലൂസാണെങ്കിൽ നീ കണ്ണ് തുറക്കുന്നത് ബഥേലായിരിക്കും. തൂക്കത്താൽ ഞാൻ കല്ലിൽ സായ്ந்து തൂകിനാലും എൻ കനാവിൽ. അവൻ നിന്നോട് സംസാരിക്കാൻ പോവാ. കനവൻ വഴി അവൻ നിന്നെ തൊടാൻ പോവാ. മതി, അങ്ങനെ മതി. പറ കർത്താവിനോട്, ആവിയാനവരെ എന്റെ കനവൻ വഴിയാണെങ്കിലും എന്നെ ഒന്ന് തൊടണേ. തൂക്കത്താൽ ഞാൻ കല്ലിൽ സായ്ந்து തൂങ്ങിനാലും
என் கனாவில் நோக்கியும்மை கிட்டி சேர்வே வாக்கடம் தான் நல்ல நாதா நோக்கியும்மை கிட்டி சேர்வே வாக்கடம் தான் நல்ல நாதா. ரபகத ரபக ரபகத ரபகத ரபக ரத ரபகத ரபகத ரபகல் கத ரபகத ரபகல் ரபல ஹதரி கபத ஜனக பௌஷசியந்த பாபா பாபா Debrohos minitili abrohoshianteli nabohoshiantala yabakata rabala rabaka ora dala rabada janaga baba baba baba. നിന്റെ ലാൻഡിന്റെ പേര് മാത്രമല്ല മാറുന്നേ, യാക്കോബ് ഇസ്രായേലായി മാറാൻ പോകുകയാ നീ. നിന്റെ ലാൻഡിന്റെ പേര് മാറി ബഥേലായെങ്കിൽ നിന്റെ പേരും ചേഞ്ച് ചെയ്യാൻ പോകുകയാ. ഹോളി സ്പിരിറ്റ് പറയുന്നു, ഈ കൺവെൻഷൻ കൂട്ടം വലിയ പോരാട്ടങ്ങളെ ജയിക്കാൻ പോകുകയാ. ആ ഉള്ളിലുള്ള യുദ്ധങ്ങളെ ജയിക്കാൻ പോവാ. ആരോടും പറയാതെ നീ ഫേസ് ചെയ്ത ഉള്ളിലെ യുദ്ധം, നിന്റെ ഉള്ളാന മനിതൻ ബലപ്പെടാൻ പോകുകയാ. നിന്റെ ഉള്ളാന മനിതൻ ബലപ്പെടാൻ പോകുകയാ. ഖമാ റാഠ ഖാന